എന്ന ഒരു ചെറുകഥയാണ് ഞാനിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. കിംവദന്തികൾ വർഗീയ കലാപത്തിന് കാരണമായിത്തീരുന്നു. ഒരു തീപ്പൊരി മതി വലിയ കാട്ടുതീയി മാറാൻ. കഥ തീപ്പൊരിയിൽ നിന്ന്. അവിടെ എന്താ ഒരു ബഹളം? നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ അറിയാം. ഭയപ്പെടണ്ട, അത് ലഹളയൊന്നുമല്ല. അവിടുത്തെ പതിവ് സംസാരം മാത്രം. സ്ഥലം പപ്പുപ്പയുടെ ചായക്കട. പ്രാതലിന് അവിടുത്തെ നാട്ടിൻ പുറത്തുകാർ ഒത്തുകൂടുന്നത് അവിടെയാണ്. പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടി വീഴുകയാണ് അവിടെ. ലോകവാർത്തകൾ, കൊച്ചി രാഷ്ട്രീയം, പിന്നെ എരിവും പൊളിയുമുള്ള കുറച്ചു പരദൂഷണവും. നാണു, നാരായണൻ, കുഞ്ഞു മുഹമ്മദ്, ഫരീദ്, ഇങ്ങനെ സ്ഥിരം പറ്റുകാർ ഏറെ പേരുണ്ട്. കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപ്പിള്ള തന്നെ ശരണം. പപ്പുപ്പിള്ള നടത്തണ ചായക്കടയിൽ കേറിയാല് പപ്പടമേറെ കിട്ടും, പുട്ടും കടലക്കറി വേറെ. ഇത്തിരി നേരം ഇരുന്ന് സർക്കാൻ അവിടെ പലരിത്തും ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടുവിശേഷങ്ങൾ. പിള്ളയുടെ കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമോദിയുടെ മുറുക്കാങ്കട. അവിടുത്തെ പേടിത്തെറുപ്പുകാരനായിരുന്നു അതുമാൻ. പിള്ളയും കുഞ്ഞുമൊയ്തീനും ഒറ്റ ചെങ്ങാതിമാരായിരുന്നു. കുഞ്ഞുമൊയ്തീന് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കൈ ഇങ്ങനെ വെച്ച് പിള്ളയുടെ കടയിലേക്ക് പാകത്തിലെ പാലും പഞ്ചസാരയും ഇട്ട ഒന്നാം തരം ചായ അക്കയിൽ റെഡി. ഇനി പിള്ളയ്ക്കൊരു ബീഡി